രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കൊരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഒരു ജീവിത പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണ്? വിലപിക്കുക, നിലയം വിളിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ജീവിത പ്രതിസന്ധി, ഇപ്പോൾ രോഗമാകാം, ക്ഷീണമാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാകാം, ഭർത്താവ് മരിച്ച അവസ്ഥയാകാം, ഭാര്യ മരിച്ച അവസ്ഥയാകാം, കുഞ്ഞുങ്ങൾ അബോർട്ട് ചെയ്ത അവസ്ഥയാകാം, ഉള്ള കല്യാണം പോയ അവസ്ഥയാകാം, അല്ലെങ്കിൽ ഡൈവേഴ്സായ അവസ്ഥയാകാം. വാട്ട് എവർ മീ ദ സിറ്റുവേഷൻസ്, ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നെങ്കിൽ വിലപിക്കാം. എന്തുമാത്രം ഞാൻ സ്നേഹിച്ചതാണ്, എന്തുമാത്രം ഞാൻ എൻ്റെ കയ്യിലെ വളവരെ ഊരിക്കൊടുത്ത് പണയം വെച്ച് കൊടുത്തതാണ്, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തല്ല. അവർക്ക് ലമെൻറ്റേഷൻ നടത്താൻ പറ്റും, വിലപിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ശരി പറയാം, മരിക്കുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ പെണ്ണെടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസാണ് അവിടെ ഉള്ളത് മുഴുവനും. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കും, പോവുകയാണോ, എന്നെയും വിട്ട് പോവുകയാണെന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരതിൽ നിന്ന് റിലീവ്ഡ് ആവും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പണ്ട് കൊച്ചച്ഛനായിരുന്ന കാലത്തൊക്കെ ഇത് വെക്കുമ്പോൾ ഞാൻ ദൈവമേ എന്നും കൊന്ന് ഇവിടെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഇനിയെന്നും. പക്ഷേ 2 മാസം കഴിയുമ്പോൾ അവർ റിലീവ്ഡ് ആവില്ല, അത് നിരാശപ്പെടും. പക്ഷേ അതല്ല പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഒരു വിശ്വാസി കൈവരിക്കേണ്ട, ഒരു വിശ്വാസി ആരാണ്, ഒരു ദാസി ആരാണെന്ന് നിങ്ങൾ അറിയണം. ദാസിയുടെ ഗുണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ദാസൻ്റെ ഗുണമുണ്ട്, അവൻ വിലപിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പം പരിശുദ്ധ അമ്മയുടെ കാര്യം തന്നെ എടുക്കുക. അമ്മയ്ക്ക് ഈ തണുപ്പുള്ള രാത്രി, അതായത് കഠിനമായ ശരീരം കുത്തിത്തുളച്ച് കയറുന്ന തണുപ്പുള്ള രാത്രി, ഈ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മണവും കേട്ട് ആരും നോക്കാനും തിരക്കാനും ഇല്ലാതെ ഈ നിസ്സഹായനായി ഒരു വീട് പോലും, ഒരു ചാർത്ത് പോലും ഒപ്പിച്ച് തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കൊടുക്കാൻ പറ്റാതെ നിസ്സഹായനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടാതെ നിൽക്കുമ്പോൾ ആരാണ് കരയാത്തത്? ആരും കരഞ്ഞു പോകും. വെറുതെ കുത്തിയിരുന്ന് പ്രസവിച്ചുകൊണ്ടിരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഭർത്താക്കന്മാർ കള്ളുകുടിയന്മാരായിട്ട് ആശുപത്രി കൊണ്ട് ആക്കിയിട്ട് 3 ദിവസമായിട്ട് കിടക്കാതെ വരുമ്പോഴേ നമ്മൾ ആ വാർഡിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മളോട് പറയാം, അച്ഛാ ഇത് പെറ്റതിന് മുമ്പേ വന്നില്ല, പെറ്റിട്ട് ഇപ്പം 5 ദിവസമായി, അമ്മായിയമ്മ കൂടെ ഉണ്ട്, എന്നുവെച്ചാൽ ഭാര്യയുടെ അമ്മ കൂടെ ഉണ്ട്, അവർ മാത്രമേ ഉള്ളൂ, മരുമകൻ വന്നില്ല. അവൻ വെള്ളത്തിൻ്റെ പുറമോ അല്ലെങ്കിൽ തോന്നിവാസത്തിലോ ആണ്. പക്ഷേ ആ കൊച്ചിനെ കണ്ട മുഖം പോലും കാണാൻ വന്നില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവർ പറയുന്നത്. അച്ഛാ ഈ കുഞ്ഞിൻ്റെ മുഖം അപ്പോൾ അമ്മായിയമ്മ നമ്മൾ പറയും, അച്ഛാ ഈ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാനാവും വന്നില്ല അച്ഛാ എന്ന് പറയുമ്പോൾ അമ്മായിയമ്മ നിലവിളിക്കും. ഇതാണ് നിലവിളിക്കുക, വിലപിക്കുക എന്ന് പറയുന്നത്. മകൾ മാത്രമല്ല, പക്ഷേ ആ സിറ്റുവേഷൻ ഭയങ്കര സങ്കടകരമാണ്. കാരണം കെട്ടിച്ച് വിട്ടിട്ട് ഗർഭിണിയായിട്ട് വീട്ടിൽ തിരക്കാതെ ഇരുന്നിട്ട് അവസാനം നമ്മൾ ആശുപത്രി കൊണ്ടുവന്ന് ആശുപത്രി ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ പറ്റാത്ത അത്ര കഠോരമായ ദുഷ്ടന്മാർ ഞാൻ പറഞ്ഞത് കെട്ടാൻ നിൽക്കുന്നതാണ്. ചില ആൾക്കാർ കെട്ടിപ്പാപികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ അവർ വിശുദ്ധരായി ജീവിച്ചേരാൻ. കാര്യം കെട്ടാൻ യോഗ്യതയില്ലാത്തവൻ. ഇപ്പം ഞങ്ങൾക്കൊക്കെ എന്താ വിളി കിട്ടിയപ്പോൾ കെട്ടാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലായി, ഞങ്ങൾ കല്യാണം കഴിക്കില്ല, കർത്താവിനെ സ്വീകരിച്ചു. അതെന്താണ്? ആ വിളിയുടെ കാലത്ത് ഞങ്ങളത് തിരിച്ചറിഞ്ഞതാണത്. പിന്നീട് അതിനെ പരിപുഷ്പിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നും എന്ത് പറ്റണം? എത്രയോ സന്തോഷമായിട്ട് എത്ര രോഗങ്ങൾ വന്ന്, ക്രിസ്മസ് പോലും ഇല്ല ജീവിതത്തിൽ, പക്ഷെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ക്രിസ്മസിൻ്റെ ദിവസമൊക്കെ 6 രോഗങ്ങളായിട്ടാണ് എനിക്ക് അവസ്ഥ, 4 രോഗങ്ങൾ. എന്നിട്ട് ആരോഗ്യം പരാതി പറഞ്ഞു. അതെന്താ കാര്യം? ഈ അമ്മയെടുക്കുന്ന പഠിച്ചതാണ്. അമ്മ എന്താ ചെയ്യണത്? ഈ പാതിരാത്രിക്ക് ഒരു മനുഷ്യൻ പോലും വരണില്ല, തിരക്കണില്ല, മനുഷ്യപ്പറ്റില്ല, ആരും അന്വേഷിച്ച് വരണില്ല. ഞാൻ ബെത്ലഹേമിൽ പോയി അമ്മ പെറ്റുകിടന്ന സ്ഥലം കണ്ടത്, അവിടെ ഒരു കുത്തിയിരുന്ന് കൊന്തയിലെ ആളാണ്. അപ്പം ഞാനിപ്പോൾ ഈ ബെത്ലഹേമിലേക്ക് ഞാൻ നോക്കുമ്പോഴും നമ്മളുടെ കറക്റ്റ് ഇതാണ്, എന്താ ഹൈ റേഞ്ചിലുള്ള സ്ഥലമുണ്ടല്ലോ നമ്മളെല്ലാവരും ആൾക്കാരൊക്കെ പോകുന്നത്, ഞാൻ മറന്ന സ്ഥലം. അതുപോലെ നല്ല പച്ചപ്പുല്ലിങ്ങനെ പിരിച്ച് നല്ല തണുത്ത പ്രകൃതിയാണ് അവിടെ. അപ്പോൾ വാഗമണ്ണ് പോലെ തന്നെ ഈ സ്ഥലം ഇങ്ങനെ ബെത്ലഹേം, ഞാനിങ്ങനെ ബെത്ലഹേമിന് ഈ പുൽക്കൂട്ട് അമ്മയുടെ ആ പാറയുടെ വലിയൊരു പാറയാണ്, പാറയുടെ ഉള്ളിലാണ് ഈ കാലികളെ സൂക്ഷിക്കുന്നത്. അവിടെയാണ് ചരിത്രപരമായിട്ട് പാരമ്പര്യത്തിൽ അമ്മ തിരുപ്പിറവി നടന്ന സംഭവം.
നമ്മളവിടെ കൊന്തയിലിട്ട് പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ വാഗമൺ പോലെ ഇരിക്കും. എന്താണ്? എല്ലായിടത്തും നല്ല തണുത്ത പച്ചപ്പുള്ള പുല്ല് ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ ഒരു മലയടിവാരത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ പണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. ആ പ്രദേശത്ത് നിന്ന് അന്നും ഇല്ല മനുഷ്യർ, ഇന്നും ഇല്ല മനുഷ്യർ. വിജനമായ സ്ഥലമാണ്. ഈ വിജനമായ സ്ഥലത്ത് അകപ്പെട്ടു പോയിട്ട്, കാലികളുടെ ഇടയിൽ അകപ്പെട്ടു പോയിട്ട് അവൾ കരഞ്ഞില്ല. അതാണ് സംഭവം. കാര്യം അതിന് പ്രാകൃതരായ മനുഷ്യരെയാണ് കാണുന്നത്. ആരെ കാണുന്നത്? ഇടയന്മാരെ കാണുകയാണ്. കരയാനുള്ള എല്ലാ വകുപ്പും അവിടെ ഉണ്ട്. ഭർത്താവിനെ നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം, നിങ്ങളെ പെറ്റതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് വന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആരും വന്നില്ലെന്ന് പറഞ്ഞാൽ ദൈവവേദനേ, നിന്നെ ദാസിയാകാൻ ദൈവം വിളിക്കുന്നു. നീ കരയരുത്. വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ അവിശ്വാസിയാണെങ്കിൽ നീ വാരി വലിച്ച് നിലവിളിച്ച ഒരു പ്രശ്നമില്ല. പക്ഷേ നിനക്ക് കിട്ടിയ പാഠം എന്താ? തിരിഞ്ഞു നോക്കാൻ അറിയില്ല. ഇനി ഔഷധപിതാവ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ചാർത്ത് കാണിച്ചു കൊടുക്കാനും തരപ്പെടുത്തിയെടുക്കാനും ഉള്ള കഴിവില്ല. ദൈവം ചില മനുഷ്യരുടെ കഴിവ് തക്ക സമയത്ത് എടുത്തു കളയും. വലിയ കഴിവുള്ള മനുഷ്യനാണ്, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പരിചയമില്ലാത്ത രാജ്യത്ത് അമ്മയും കുഞ്ഞിനെ കൊണ്ടുപോയി വേറെയും കൂലിയില്ലാത്ത കാലത്ത് 2 കൊല്ലം താമസിച്ച ആളാണ് ഔഷധപിതാവ്. കഴിവില്ലാഞ്ഞിട്ടാണോ? കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ ദൈവം ചിലരുടെ കഴിവെടുത്ത് ചില സമയത്ത് എടുത്തു കളയും. അത് നിങ്ങൾ തിരിച്ചറിയണം, അല്ല മാർഗ്ഗമില്ല. നിൻ്റെ ഭർത്താവിനെ നിന്നെ നോക്കാനും തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ കഴിവുണ്ട്. പക്ഷെ ചില സമയത്ത് ആ ഓർമ്മ കിട്ടത്തില്ല. എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടൊന്നും ഒക്കത്തില്ല. അയാൾ ചെയ്യും, പക്ഷെ ഒക്കത്തില്ല. പല വേലകളും പല പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഒക്കണില്ല. എല്ലാ വലിയ കഴിവുള്ള മനുഷ്യർക്ക് ചില സമയത്ത് എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട പോലെ വരും. ഔഷധപിതാവ് വലിയ കഴിവുള്ള മനുഷ്യനായിരുന്നു. ഒറ്റയ്ക്ക് അമ്മയും കുഞ്ഞിനെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുപോയി വേറെ ഒരു രാജ്യത്ത് പോയി. അത് വെറുതെ പെരുന്നാളിന് പോയതല്ല. ഊരിപ്പിടിച്ച വാളുമായി ഹെറോദസിൻ്റെ പട്ടാളക്കാർ പുറകെ വരുമ്പോൾ മുമ്പേ വീണ് ജീവനം കൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോയി അന്യരാജ്യത്ത് ഈ അമ്മയും കുഞ്ഞിനെയും 2 കൊല്ലം താമസിപ്പിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഈ രാത്രി ചങ്കൂറ്റം പോയി. പെറ്റ ദിവസം ചങ്കൂറ്റം പോയി. ഒരു വീട് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റണില്ല. ദൈവവേദനേ, നിൻ്റെ പണം, നിൻ്റെ ശക്തി, നിൻ്റെ സ്വാധീനം ചില സമയത്ത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിനക്ക് കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മ നിന്നോട് പറയുന്നു, അപ്പോഴും നീ കരയരുത് മോളെ. എന്താണ്? അപ്പനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല.